ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ നോക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാരിൽ നിന്ന് പിരിഞ്ഞു താമസിക്കുന്നവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉപത്തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ, അങ്ങനെ അവരുടെ ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരെ, അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരുടെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം ഭാസ്വരമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികടെ കർത്താവിൻ്റെ ഉന്നതമായ നാമം. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും വൃത്താടത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഭവന രഹിത ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വഴിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോൺ പാസ്സാകാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വഴക്കുകൾ, കലഹങ്ങൾ, കൊലാഹലങ്ങൾ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരില്ലാത്ത, ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെണ്ണീരോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, അയൽവാസികളുടെ ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം, ദൈവശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാ വേദനകൾ യേശുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ നോക്കണമേ. എൻ്റെ മക്കളെ, വ്യത്യസ്ത യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ആഭിചാര ഭയങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, മാറാത്ത രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ, ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ, ഇങ്ങനെ ഓരോ മേഖലകളിലെ വിഷമം അനുഭവിക്കുന്നവരെ ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുടിഞ്ഞു നിറച്ചു പോയൊരു കർത്താവെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുരുക്കുകൾ, സാമ്പത്തിക കുരുക്കളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ട സ്വത്തുകൾ, അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കർത്താവ് വെച്ച പദ്ധതികൾ, ആഗ്രഹിച്ച രീതികളിൽ വന്ന പോരായ്മകൾ, പാളിച്ചകൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ കർത്താവ് പെട്ടെന്ന് എല്ലാത്തിനും പാളിച്ച വന്ന പോലെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ അന്തം വിട്ട് നിൽക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവർ ആവശ്യിക്കാൻ, സാക്ഷ്യം പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാവട്ടെ. സ്തുതിക്കട്ടെ. പരമോന്നത യേശുവേ
അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടുത്തെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീവ്ര വേദനയുടെ സമയത്ത് ഗെത്സമനേയിൽ ഈശോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിലും കൂടുതൽ തീക്ഷ്ണമായി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കൃപയിൽ നിന്നുകൊണ്ട് ദൈവശക്തി കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഡാലിയ ജോസ്. ഇതെൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ. ഞങ്ങൾ വരുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ മെക്കാലൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഡിവൈൻ മേഴ്സി പാരിഷിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ.
ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നെക്കുറിച്ച് ഈ കൃപാസനത്തെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടിയിൽ ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ സാധിച്ചു കിട്ടിയത് ആത്മീയമായ കാര്യങ്ങളായിരുന്നു. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വർഗം ഭൂമിയിലേക്ക് എറിഞ്ഞ ഒരു ചൂണ്ടയാണ് ഉടമ്പടി എന്ന് പറയും. പരിശുദ്ധ അമ്മയാകുന്ന ഈ ചൂണ്ട കൊളുത്തിൽ നമ്മൾ ഒരിക്കലും ഉടക്കിയാൽ നമുക്ക് ഉറപ്പിക്കാം നിത്യതയുടെ തീരത്ത് പരിശുദ്ധ അമ്മ നമ്മളെ എത്തിക്കും. എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് ഉടമ്പടി എനിക്കത്ര ഈസിയൊന്നുമല്ല. നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, പറയുന്ന നിബന്ധനകൾ പാലിക്കണം. മാനുഷികമായിട്ട് എന്നെക്കൊണ്ട് പലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് നിത്യതയിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു ഉറപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മരണം വരെ ഈ ഉടമ്പടി തുടരണം എന്നാഗ്രഹിക്കുന്നതും. ഞാനൊരു നേഴ്സാണ്. ഞാനവിടെ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ക്ലിനിക്കൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പം നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ഞാൻ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എനിക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഉടമ്പടിയുടെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ എൻ്റെ ക്ലാസ് പഠിക്കുന്നതും ഞാൻ എക്സാം എടുക്കുന്നതും. ഞാൻ മാതാവിൻ്റെ രൂപം കൊണ്ട് വെച്ച് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എടുക്കുന്നത്. അങ്ങനെ എനിക്ക് 96% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അപ്പം ഇനി ഞാൻ പറയുന്നത് എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ്. എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഉടമ്പടി എടുത്തേ. പിന്നെ എന്ത് സംഭവിച്ചാലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അതിപ്പം കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ പ്രൊഫഷണലാണെങ്കിലും പേഴ്സണലാണെങ്കിലും അമ്മ കൂടെയുണ്ട്. എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകമോ അങ്ങനത്തെ ഒരടയാളങ്ങളുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. എൻ്റെ ആദ്യത്തെ ഒരു ഭൗതിക കഴിഞ്ഞ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു നിയോഗമായിരുന്നു. ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പോൾ ആ കട വിൽക്കാനുള്ള 2-3 വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനൊരു ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉടമ്പടിയിൽ. ഇപ്പം ഞങ്ങൾ പോരുന്നതിന് തൊട്ട് മുമ്പ് നവംബർ 20-ാം തീയതി അത് കോൺട്രാക്റ്റ് ചെയ്തു. പരിശുദ്ധ അമ്മ അത് ഭംഗിയായിട്ട് നടത്തിത്തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. ഇത് എൻ്റെ മോള് അർക്കൻസായിൽ അവിടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി പോയപ്പം ഞങ്ങൾ സാധാരണ പോകുമ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള സ്വർണവും നമ്മുടെ പാസ്പോർട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ പിടിക്കും. കാരണം വീട്ടിലൊന്നും അത്ര സേഫല്ല. അപ്പം ഞാൻ എൻ്റെ ബാഗിനകത്ത് എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് ഞാൻ എൻ്റെ സ്വർണവും എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ വേണ്ടി കയറിയപ്പം ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. ഇതെല്ലാം ഉള്ള ബാഗായിരുന്നു. പക്ഷെ ആ ബാഗിനകത്തൊരു ഉടമ്പടി പേപ്പറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ബാഗ് മിസ്സായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ബാഗ് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണല്ലോ പോകുന്നത്. അതൊരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്ഥലമാണത് ശരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ സ്വർണവും എല്ലാം അതിനകത്താണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു സാധനവും നഷ്ടപ്പെടാതെ എനിക്കെൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ കടക്കാരനെ വിളിച്ചു ചോദിച്ചപ്പം അയാൾ പറഞ്ഞു ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കറിയില്ല അതിനകത്തുനിന്ന് എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഒരു 1/4 മണിക്കൂറുണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോൾ അവരവരുടെ കൗണ്ടറിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബാഗ്. അപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ഇത് ആ കൃപാസനം പേപ്പർ അത് പൊതിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് സ്വർണ്ണം എല്ലാത്തിൻ്റെയും പുറത്ത് ആ പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയാണ് അത് സംരക്ഷിച്ചതെന്ന്. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു.
പിന്നെ ഈ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ, വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ്, തേന്, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ തൈലം എന്നും കുരിശ് വരച്ച് കഴിയുമ്പം ഞങ്ങൾ എല്ലാവരും നെറ്റിയിൽ പൂശി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതുപോലെ വിശുദ്ധ ഉപ്പിൻ്റെ ഉപയോഗം, ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റ് എന്ത് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. 1 മാസമായി വിളിച്ചു, പല ഫോണുകളിൽ നിന്ന് വിളിച്ചു, അവിടെ ചെന്ന് നോക്കി, ഒരിക്കലും അയാൾ ഓഫീസിലുണ്ടാകത്തില്ല, റെസ്പോണ്ട് ചെയ്യില്ല. അവസാനം ഹസ്ബൻഡ് കുറച്ച് ഉപ്പെടുത്ത്, വിശുദ്ധ ഉപ്പെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ആർക്കിടെക്റ്റ് റെസ്പോണ്ട് ചെയ്യുകയും ഞങ്ങൾക്ക് ആ പ്രോപ്പറായിട്ട് അത് ചെയ്തു തരികയും ചെയ്തു. പിന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ട്രംപിൻ്റെ ഡിപ്പോർട്ടേഷനും അതുപോലെ തന്നെ അതായത് അവിടെ ഇല്ലീഗൽസിൽ ഉള്ളവരെ ഒരുപാട് ഡിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പം ഞങ്ങളുടെ കടയിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവിടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായിട്ട് ഞങ്ങളുടെ കടയ്ക്ക് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത കടകളിൽ വരെ അവർ വന്നു, ഡിപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഞങ്ങളുടെ കടയിലോട്ട് മാത്രം വന്നില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമായിരുന്നു അതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പം നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരൊക്കെ ടെക്നോളജിക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച, നാട്ടിൽ നിന്ന് സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും അതും നേഴ്സിംഗ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന 2nd ഡിഗ്രിയാണ്. അതായത് ഓൾറെഡി ഒരു ഡിഗ്രി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം അവരൊന്നുകിൽ പ്രൊഫഷണൽസാണ്, ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആംബുലൻസ് സർവീസിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പഠിപ്പിക്കാനൊക്കെ കയറിയപ്പം. എൻ്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 4 മണിക്കൂർ ക്ലാസ് എടുക്കണം എല്ലാ ചൊവ്വാഴ്ചയും. പിന്നെ ക്ലിനിക്കിൽ പിള്ളേരെ കൊണ്ടുപോകണം. അപ്പം ഞാൻ കൊന്ത ചൊല്ലിയിട്ട് പോവും, പറ്റുന്നിടത്തോളം ദിവസം കേട്ടോ, എല്ലാ ദിവസവും അല്ല. അതുപോലെ പ്രാർത്ഥിച്ചെന്നും കൊന്ത കൈ പിടിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത ഉണ്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പം. ഈ പിള്ളേരെന്നോട് അവരുടെ മുമ്പിൽ അവർ കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ടാണ് അവർ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പം തന്നെ അവർ ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്, എന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പം നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റായിട്ടുള്ള ഫീൽഡല്ലേ. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്കറിയത്തില്ലാത്ത കാര്യം ഞാൻ വായിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം ഒന്നുകിൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യമായിരിക്കാം, എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടും. അപ്പം പിള്ളേരൊക്കെ എന്നോട് പറയും, ഓ മിസ്സിനെല്ലാം അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇത് ഞാനല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കുമാണ്. കാരണം ഞാൻ എൻ്റെ കൊന്ത അവരെ കാണിച്ചിട്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. അതുപോലെ പിള്ളേരുടെ എക്സാമിനൊക്കെ വരുമ്പം ഞാൻ എക്സാമിന് മുമ്പ് ഞാൻ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അപ്പം ആദ്യമൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ പിന്നെ അവർ എന്നോട് ചോദിക്കും, മിസ്സേ പ്രാർത്ഥിക്കാൻ മറക്കല്ലോ കേട്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അതുപോലെ അപ്പം എനിക്ക് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന കോളേജിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാറ്. അതുപോലെ ഞാൻ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം, അതുപോലെ തന്നെ കോളേജിലും എനിക്ക് നമ്മൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ കോട്ടിൻ്റെ പുറകിൽ ഞാൻ ഉടമ്പടി വചനമായ എഫേഷ്യൻസ് 2:8-9 ഞാൻ ആ വചനം ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിട്ടുകൊണ്ട് പോകുമ്പം വാട്ട് ഐ എം ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അത് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്. അത് വായിക്കുമ്പം ഒരു ദിവസം ഒരു 2-3 പേര് എന്നോട് പറയും, നന്നായിട്ടുണ്ട് നീ എഴുതിയത്, യു ആർ ടു ബോൾഡ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം വചനം എന്നെക്കൊണ്ട് ചിലപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ ദേഹത്തുള്ള എഴുതുന്നതിൽ നിന്ന് ആൾക്കാരത് കണ്ട് വായിക്കാറുണ്ട്.
പിന്നെ ഞാൻ പേഷ്യൻസിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയും ഞാനൊരു മരിയൻ മിഷണറിയാണ്. അതൊരിക്കൽ ഞാൻ കേട്ട ഒരു സാക്ഷ്യത്തിൽ നിന്നാണ്. ആ ചേച്ചി പറഞ്ഞു, ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മരിയൻ മിഷണറിയാണെന്ന്. അപ്പം എനിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അതുപോലെ ഹോസ്പിറ്റലൊക്കെ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ രാത്രിയിൽ എൻ്റെ കൂടെയുള്ളൊരു ചേച്ചിയായിട്ട് പോയിട്ട് ഞങ്ങൾ പേഷ്യൻസിനെ കുളിപ്പിക്കാനൊക്കെ കൂടും. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യും. അതുപോലെ സ്പാനിഷും ഇംഗ്ലീഷ് പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനുകളിൽ, അതുപോലെ കോളേജിൽ എൻ്റെ പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് എക്സാമൊക്കെ റിവ്യൂ ചെയ്യാൻ വരുമ്പം അവർക്ക് ഞാൻ പേപ്പർ കൊടുക്കും. അതുപോലെ മാതാവിൻ്റെ രൂപം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊന്തയും വാങ്ങി കൊന്ത വെഞ്ചിരിച്ച് ഇതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരെനിക്ക് എൻഡ് ഓഫ് ദ സെമസ്റ്ററിൽ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് മിക്കവാറും മാതാവിൻ്റെ സ്റ്റാച്യുവോ അല്ലെങ്കിൽ കുരിശോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം. കാരണം അവർക്കറിയാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ അവരോട് പറയുന്നതും അതാണെന്ന്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നാട്ടിൽ പിള്ളേരെ പഠിപ്പിക്കും. പിന്നെ ഇങ്ങനെ മദർ തെരേസ ഹോമിൽ പൈസ കൊടുക്കുക, അവർക്ക് ഫുഡ് വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എന്നെക്കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കഴിവതും ഞാൻ മുടക്കാറില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും മടുത്തിട്ടാണെങ്കിലും ഞാൻ പോകാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കഴിവതും 99% പ്രാർത്ഥന ചൊല്ലും. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായന. ചിലപ്പോൾ ഒക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്, കുറച്ച് സമയം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോൻ ഇന്ന് ഉടമ്പടി എടുത്തു. അവർക്കും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മേ കാശുരൂപം താ, ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുക, അമ്മ പ്രാർത്ഥിക്കണം. അപ്പോൾ അവരുടെ ആ വിശ്വാസം ഞാനെടുത്ത ഉടമ്പടിയിലൂടെ എൻ്റെ മക്കൾക്കും ആ വിശ്വാസം കിട്ടിയതോർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരാണെങ്കിലും കഴിവതും കുർബാനയിലൊക്കെ പോവും. ഹസ്ബൻഡാണെങ്കിലും ഞങ്ങൾ കുടുംബത്തോടു കൂടി ആത്മീയമായിട്ട് പണ്ടുള്ളതിലും ഒരുപാട് മാറ്റം ഞങ്ങൾക്ക് വന്നു. മരണം വരെ ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടുത്തെ പരിശുദ്ധ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. I'm very grateful for the opportunity to come here and to say thank you. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ ആൻ്റണി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എടത്വ പാണ്ടി ഫാത്തിമ മാതാ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 മെയ് 10 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു സ്റ്റുഡൻ്റായിരുന്നു. എല്ലാ കുട്ടികളെയും പോലെ തന്നെ എല്ലാ ക്ലാസ്സിലും പാസ്സായി പോകുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെ +2 ഞാൻ അങ്ങനെ പാസ്സായി പോയതിന് ശേഷം ഞാൻ നേഴ്സിങ്ങിന് പോയി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ തന്നെ പാസ്സായിപ്പോയി. വല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പാസ്സായിപ്പോയി. അതിനുശേഷം 2022 മെയ് 10 ഞാൻ തേർഡ് ഇയർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മേനെയും തിരുക്കുമാരനെയും കൂട്ടുപിടിക്കുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. കുരിശോര പ്രാർത്ഥനയും മുടക്കത്തില്ല. അങ്ങനെ ഞാൻ ജീവിച്ചു. അങ്ങനെ എൻ്റെ ഫൈനൽ എക്സാം ആയപ്പോൾ ഞങ്ങൾക്ക് 1 അവറോളം കൂൾ ഓഫ് ടൈമാണ് എക്സാമിന്. അപ്പോൾ എക്സാം സെൻറ്ററിലേക്ക് ഞാൻ പോയി. ആ 1 അവർ കൂൾ ഓഫ് ടൈമിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൃപാസന ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടി, എൻ്റെ കൈകളിൽ പുരട്ടി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ അമ്മയുടെ കാശുരൂപം, വെഞ്ചരിച്ച കാശുരൂപം ഒരു കൊന്തയിലാക്കി അത് കയ്യിൽ പിടിച്ചേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാം തുടങ്ങിയപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ എക്സാം എഴുതുക. പക്ഷെ അന്ന് ഞാൻ ആ 4th ഇയറിലെ എക്സാമിന് എൻ്റെ കയ്യിൽ ആ ഉടമ്പടി കാശുരൂപമുണ്ട്. എൻ്റെ കൈ എത്ര വിയർത്താലും ഞാൻ ആ കാശുരൂപം താഴെ വയ്ക്കത്തില്ലായിരുന്നു.
കൈ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി പോലും ഞാൻ എൻ്റെ ഇടത് കൈയിൽ അത് പിടിച്ചിട്ടുണ്ടാവും. അതൊന്നും ഞാൻ താഴെ വയ്ക്കത്തില്ലായിരുന്നു. എന്നിട്ട് വലത് കൈ കൊണ്ട് എക്സാം എഴുതി എനിക്കൊന്ന് തല പൊക്കി നോക്കാൻ പോലും സമയമില്ലായിരുന്നു. അതുപോലെ ആശയങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് എൻ്റെ പേന ചലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. സാധാരണ പോലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഒരു ദിവസം പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാണെന്ന്. അപ്പം ഞാൻ ഓർത്തു പാസ്സാവുമായിരിക്കും, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും, എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോവുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മിടുക്കും ഒരു കൃപയും ഒരു കഴിവും ഇല്ലാത്ത എനിക്ക് ഡിസ്റ്റിങ്ഷൻ പ്ലസ് ആ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു ഞാൻ. എനിക്കറിയത്തില്ല, എൻ്റെ ക്ലാസ്സിൽ MBBSന് സീറ്റ് കിട്ടാഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ടായിരുന്നു. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുൻപിൽ ഞാനെങ്ങനെ ആ ക്ലാസ്സിൽ ടോപ്പറായെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ആ കാശ് എത്ര കൈ കഴിച്ചിട്ട് ഞാൻ ആ കാശ് താഴെ വയ്ക്കാഞ്ഞതിൻ്റെ ബലമായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഡിസ്റ്റിങ്ഷൻ പ്ലസ് ക്ലാസ് ടോപ്പർ ആവാൻ സാധിച്ചതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതിനുശേഷം നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പം OET റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലാഞ്ഞ സമയമായിരുന്നു. അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ എക്സ്പീരിയൻസിന് കയറി. ഞാൻ ഡൽഹിയിലേക്കായിരുന്നു എക്സ്പീരിയൻസിന് പോയത്. അപ്പോൾ 2 വർഷത്തോളം ഞാൻ അവിടെ 1 വർഷവും 11 മാസമായി. അപ്പോൾ പതുക്കെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളെല്ലാം പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഞാനും പോകണമല്ലോ, എങ്ങോട്ടേക്ക് പോവും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഏജൻസിക്കാരെല്ലാം ഒരുപാട് പൈസ പറയുവാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഓർത്തു, ഇനി എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരോട് ഇനിയും പൈസ ചോദിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്നിങ്ങനെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ഉണ്ട്, ഒഡേപെക് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, ആ ഏജൻസിയിലൊന്ന് അന്വേഷിച്ച് നോക്കാം, അതിൻ്റെ സൈറ്റിലൊക്കെ കയറി നോക്കാൻ പറഞ്ഞു. അപ്പം ആ ഫ്രണ്ട് എനിക്കൊരു നമ്പറും തന്നു. ആ ഒഡേപെക്കിലെ സ്റ്റാഫിൻ്റെ നമ്പറായിരുന്നത്. അപ്പം ഞാൻ ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സൗദിയിലേക്കൊക്കെ ഉണ്ട്, പക്ഷേ ഡാറ്റ ഫ്ലോയും എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ 1.5 ലക്ഷം രൂപയോളം വരും. അപ്പം ഞാൻ ഓർത്ത്, അത്രയും പൈസ എങ്ങനെയാണ് ഈശ്വര എന്നിങ്ങനെ ഓർത്തിട്ട് ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം എനിക്കൊരു ദിവസം ഡ്യൂട്ടി ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ രാവിലെ ഉടമ്പടി പ്രാർത്ഥന, അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ മാതാവേ, എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അങ്ങയുടെ കയ്യിലാണെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ്സ് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആ സ്റ്റാഫിന് ഒരിക്കലും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും തിരക്കുകളൊക്കെ ഉള്ളൊരു സ്റ്റാഫാണ്. എത്രയോ കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫോംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്ന ആളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബെൽജിയത്തിലേക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എന്തെങ്കിലും ആവട്ടെ, അവർ പറഞ്ഞു, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടുവാണെങ്കിൽ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി മാതാവിൻ്റെ ഇഷ്ടം ഞാൻ ബെൽജിയത്തിലേക്ക് പോകാനാണോ, എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ ബെൽജിയത്തിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി ഞാൻ എൻ്റെ CV-യും അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. 800-900 കുട്ടികളോളം നേഴ്സിംഗ് സ്റ്റുഡൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അതിൽ 200 പേരുടെ CV-യാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ആ 200 പേരിൽ അവർ എൻ്റെ CV-യും സെലക്ട് ചെയ്തു. അങ്ങനെ CV-യൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്, ബെറ്റർ ഒരു കഫേ പോയി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഫേ പോയി. പതിവ് പോലെ തന്നെ ഞാൻ ഉടമ്പടി കാശ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തന്നെ, എൻ്റെ ഇടത് കയ്യിൽ തന്നെ ഞാനത് പിടിച്ചു വയ്ക്കുമായിരുന്നു. നെറ്റിയിൽ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ വലത് കയ്യിൽ, മൗസ് ഉപയോഗിക്കേണ്ട കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി. എന്നിട്ട് ഞാൻ തുടങ്ങി. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു, എല്ലാം ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഞാൻ കണ്ടിട്ട് പോലും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, നേഴ്സിംഗ് റിലേറ്റഡേ അല്ല ഒന്നും. എന്നിട്ട് ഞാൻ ഓർത്ത് എന്താ ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയമെടുത്ത് ഞാൻ ആലോചിച്ച് പേപ്പറിലൊക്കെ വരച്ചൊക്കെ നോക്കി ഉത്തരം കിട്ടുമെന്ന്. സമയം പോയതല്ലാതെ എനിക്കതിൻ്റെ ഉത്തരമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്ത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 1 മണിക്കൂറത്തേക്കാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യന് തന്നെ ഒരു 45 മിനിറ്റോളം എടുത്തു, ഇനിയും 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അത് ഓപ്ഷൻസ് ഉള്ള എക്സാം ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇനി ബാക്കി എന്തും വരട്ടെന്ന് വെച്ച് ചുമ്മാ ഓരോരോ ഓപ്ഷൻസ് അങ്ങനെ ഞെക്കി പോയി. അങ്ങനെ ഞാൻ 1 അവർ കൊണ്ട് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പോയി, ഇനിയും കിട്ടൂല, ഇതും പോയി, അപ്പോൾ ബെൽജിയം ആയിരിക്കില്ല എന്ന് വെച്ചു. അത് കഴിഞ്ഞ്
ഞാൻ എൻ്റെ ആനുവൽ ലീവിന് വേണ്ടി നാട്ടിൽ വന്നു. ആനുവൽ ലീവിന് നാട്ടിൽ വന്ന സമയമായിരുന്നു ഏപ്രിൽ മാസമായിരുന്നു, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസം എനിക്കിങ്ങനെ ഒഡേപ്പയ്ക്ക് നിന്ന് വിളി വന്നു, നിങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ പാസ്സായെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായെന്ന്. കാരണം അതിലൊരു ക്വസ്റ്റ്യൻസ് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു, ഒരെണ്ണം പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതും ഞാൻ നാട്ടിലായിരുന്ന സമയം കൊണ്ട്, ഞാൻ ഡൽഹിയിൽ വെച്ചായിരുന്നു എനിക്ക് ആ കോള് വന്നിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് 3 ദിവസത്തെ യാത്രയുണ്ട്. അതും എനിക്ക് ആനുവൽ ലീവ് വരുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ അടുത്ത ഇൻ്റർവ്യൂവും എനിക്ക് വേണ്ടി മാതാവ് ഒരുക്കി വെച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. തിരുവനന്തപുരത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ബെൽജിയത്തിലുള്ള വർഗീവേഴ്സുമായിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ അവരോട് ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ ഇനി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ലേ. ആരും ചവിട്ടാത്തടത്ത് ഒരിടത്ത് കൊണ്ടാണ് ഞാൻ ആ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. പതിവ് പോലെ തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഞാൻ മുറുക്കെ പിടിച്ചു. എന്നിട്ട് അവരെന്തൊക്കെയോ ചോദിച്ചു, അത് ഇംഗ്ലീഷിലായിരുന്നു. അതെന്തൊക്കെയോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റിസൾട്ട് എപ്പോഴേലും വരട്ടെ, എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് പോവേണ്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോന്നു. ഡൽഹിയിലേക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ അവർ വിളിച്ചു, നിങ്ങൾ ട്രിവാൻഡ്രത്തെ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ട്, അടുത്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇനി എങ്ങനെയാണോ വരുന്നത്, ഇപ്പം ഞാൻ ആനുവൽ ലീവ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഇനി എങ്ങനെ ഞാൻ അവധി ചോദിക്കും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ എന്തോ എൻ്റെ ഇൻചാർജ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിനായിരുന്നു ആ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് കയറി. അന്ന് ഇൻ്റർവ്യൂവിൽ വെച്ച് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആവുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവർ വിളിക്കും, വിളിച്ചില്ലെങ്കിൽ നിങ്ങളിതിൽ സെലക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ അന്ന് പോയ കുറച്ച് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അവരെ എല്ലാവരെയും 2 ദിവസം കൊണ്ട് വിളിച്ചു. പക്ഷേ എന്നെ മാത്രം വിളിക്കുന്നില്ല. ഞാൻ ഓർത്തു ഇനി ഞാൻ സെലക്ട് ആയില്ലേ, എന്നെ വിളിക്കുന്നില്ലേ, ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത്, ഇനിയും എനിക്ക് പോകാൻ പറ്റൂലേ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ ഓർത്ത് എന്നാൽ പോയി ഇനി നിന്നിട്ട് കാര്യമില്ല, ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ICU ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ഡ്യൂട്ടിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റണില്ലായിരുന്നു. എപ്പോഴും ഞാൻ ഇത് തന്നെ ചിന്തിക്കുന്നത്, ഇത്രയും വരെ എത്തിയിട്ടും മാതാവ് എന്താ എനിക്ക് തരാതെ പോയത്, ഇത്രയും ഇൻ്റർവ്യൂ ഞാൻ കഷ്ടപ്പെട്ട് അവിടെയൊക്കെ വന്ന് ചെയ്തതല്ലേ, എന്നിട്ട് എന്താ തരാതെ പോയെന്നുള്ള ഓർത്തുള്ള വിഷമമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും എറണാകുളത്ത് നിന്ന് കോള് വന്നു, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ 24 അവർ റിസൈൻ വെച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കറിയത്തില്ല എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ മേന്മയോ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയത്. അങ്ങനെ സെലക്ട് ആയതിനു ശേഷം ജൂലൈയിലായിരുന്നു എനിക്ക് പഠിക്കേണ്ട ലാംഗ്വേജ് ഡച്ച് ആയിരുന്നു. ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അമ്മ എന്നോട് പറയുമായിരുന്നു, അവിടേക്ക് പോകുന്നു, പക്ഷേ ഉടമ്പടി ജീവിതം മുടക്കരുത്, കുർബാനയ്ക്കൊക്കെ എന്നും പോകണം. എറണാകുളം ലൂർദിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനൊന്നും വിശുദ്ധ കുർബാനയ്ക്കോ കൊന്തയ്ക്കോ ഒന്നും ഒരു മുടക്കവും ഇല്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞായിരുന്നു, അതൊന്നും മുടക്കരുത്, അതൊക്കെ കൂടണമെന്ന് തന്നെ പറഞ്ഞു. അവിടെയും മാതാവിൻ്റെ അത്ഭുതം. എനിക്ക് കിട്ടിയ 2 റൂംമേറ്റ്സും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 6 മാസത്തെ ട്രെയിനിങ്ങിലും സെപ്റ്റംബറിൽ ഒരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ അസസ്മെൻറ്റിലും നല്ലൊരു വിജയം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അങ്ങനെ അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ 6 മാസവും ഞാൻ പഠിച്ചത് സ്റ്റൈഫൻ്റോട് കൂടിയാണ്. ഞാൻ മാതാവിനോട് എങ്ങനെയെങ്കിലും കുറഞ്ഞൊരു തുകയ്ക്ക് എനിക്ക് പോകാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇതുവരെ 1 രൂപ പോലും മുടക്കില്ലാതാണ് ഞാൻ പോകുന്നത്. ഈ വരുന്ന ജനുവരി 13-ാം തീയതി ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ടിക്കറ്റ്, എൻ്റെ വിസ എല്ലാം തന്നെ എനിക്ക് കിട്ടി. ഈ ജനുവരി 13-ന് ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പൈസ കിട്ടി പഠിച്ചു, പ്ലസ് എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു. ലാപ്പ്, ബുക്ക്, പുസ്തകം എല്ലാം തന്നെ ഫ്രീ ആയിരുന്നു. അവർ നമ്മളെ സ്പോൺസർ ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ നടത്തി. ഞാൻ ഈ വരുന്ന ജനുവരി 13-ന് പോവുകയാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലായിടത്തും ലൂർദ് ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും വാർഡുകളിലൊക്കെ കയറി കൊടുക്കുമായിരുന്നു. ക്രൈസ്തവരാണെങ്കിലും കൊടുക്കുന്ന ആരും തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടത്തോടെ അവരത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ്
അവരത് വാങ്ങിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ളവരുടെ വിഷമം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ ഞാനത് കേട്ടിരിക്കുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ചും കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി.